നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിയുടെ കാര്യം ഇതുവരെ തീരുമാനമായില്ല. ബാഴ്സ ആരാധകർ വളരെ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ എന്താണ് നടക്കുന്നത്? 2 ഓഫറുകൾ നിരസിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ബാഴ്സയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതുപോലെ സിറ്റിയുടെ കോച്ച് എൻസോ മരേസ്ക ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഒരുമിച്ചങ്ങ് പരിശോധിക്കുകയാണ്. കാരണം ഇതിങ്ങനെ കുറേ ആയി ഈ ഒരു സാഗ് ഇങ്ങനെ നീണ്ടുപോകുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോസ് ആക്കി ചെയ്യേണ്ടെന്ന് വിചാരിച്ച് 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ഈ വിഷയത്തിൽ പറയുകയാണ്. ഒന്ന്, ഇപ്പം ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയം, ബാഴ്സലോണ ആർ റിട്ടേണിംഗ് വിത്ത് തേർഡ് പ്രപ്പോസൽ ടു റോഡ്രി ടു മാഞ്ചസ്റ്റർ സിറ്റി. അപ്പം റോഡ്രിക്ക് വേണ്ടി 3ാമത്തെ പ്രപ്പോസലുമായിട്ട് അവർ മാഞ്ചസ്റ്റർ സിറ്റിയെ സമീപിക്കാൻ പോവുകയാണ്. അവരുടെ ആദ്യത്തെ പാക്കേജുകൾ 50 മില്യൺ യൂറോയുടെ ഓഫർ, 60 മില്യൺ യൂറോയുടെ ഓഫർ, ഈ 2 ഓഫറുകളും റിജക്റ്റ് ചെയ്യപ്പെട്ടു. സോ ഡയറക്റ്റ് ക്ലബ് ടു ക്ലബ് ടോക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 60 മില്യൺ എന്നുള്ള ലാസ്റ്റ് ബിഡ് അത് റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ 80 മില്യൺ ഫീ ആണ് റിക്വസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഴ്സ റിമെയിൻ കോൺഫിഡൻറ്റ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് എന്നാണ് ഫബ്രീസിയോ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാഴ്സയ്ക്ക് ഇപ്പോഴും ശുഭാപ്തി വിശ്വാസമാണ്, അവരതുമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്പോർട്ട് പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്. ബാഴ്സലോണ ഒരു 48 മണിക്കൂറിൻ്റെ ഡെഡ് ലൈന് റോഡ്രിയെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ വെച്ചിട്ടുണ്ട് എന്നാണ്. അത് സ്പോർട്ടിൻ്റെ റിപ്പോർട്ടാണ്. സ്പാനിഷ് മാധ്യമം സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ബാഴ്സയുടെ ലേറ്റസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ 60 മില്യൺ പ്ലസ് 10 മില്യൺ ഇൻ വേരിയബിൾസ്. അതാണ് ഈ 80 മില്യൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്ന് ഫബ്രീസിയോ പറയുന്നതിൻ്റെ ഒരു കാര്യം. അതാണ് സ്പോർട്ടിൻ്റെ ഈ റിപ്പോർട്ട് മനസ്സിലാക്കേണ്ടത്. 60 മില്യൺ യൂറോ തരാം, പ്ലസ് 10 മില്യൺ യൂറോ വേരിയബിൾസ് തരാം. പക്ഷേ അത് പോരാ എന്നൊരു സംഗതി വരുമ്പോൾ, നെഗോസിയേഷൻ മുന്നോട്ട് പോകുമ്പോൾ ബാഴ്സലോണ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഫിക്സഡ് ഫീസ് അറൗണ്ട് 65 മില്യൺ യൂറോ വിത്ത് 50 മില്യൺ യൂറോ ഇൻ ആഡ് ഓൺസ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് 80-നടുത്തേക്ക് 80 ആവും. പക്ഷേ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് തന്നെ 70 മില്യൺ യൂറോ ആവുക എന്നതാണ് ഇപ്പോൾ നടക്കാൻ സാധ്യതയുള്ള കാര്യം എന്നുകൂടി സ്പോർട്ട് പറയുന്നുണ്ട്. റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിയോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഹി ഓൺലി വാണ്ട്സ് ബാഴ്സലോണ മാത്രമാണ് തനിക്ക് താല്പര്യമുള്ളൂ, അങ്ങോട്ടേക്ക് തനിക്ക് പോകണമെന്ന്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ക്ലബ്ബ് ഈ കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലബ് ഹോപ്പ് ടു റീച്ച് എൻ എഗ്രിമെൻറ്റ് ദിസ് വീക്കെൻഡ് ഓർ ബൈ മൺഡേ അറ്റ്ലീസ്റ്റ് എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. അതായത് ഈ 48 മണിക്കൂറിനുള്ളിൽ, ഈ വീക്കെൻഡിൽ തന്നെ, നാളെയോ മറ്റന്നാളോ മാക്സിമം പോയ തിങ്കളാഴ്ചയോടുകൂടി ഈ സാഗ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സലോണ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻസോ മരേസ്ക മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഈ ഒരു വിഷയം ചോദിക്കേണ്ടേ, റോഡ്രി ടു ബാഴ്സ എന്ന വിഷയം ചോദിക്കേണ്ടേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത്, ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് താരങ്ങളെ വാങ്ങാം, നമുക്ക് താരങ്ങൾ വിൽക്കാം, എന്തും സംഭവിക്കാം. ഞാൻ റോഡ്രിയെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന് ഞാനൊരു ബിഗ് ഹഗ് കൊടുത്തു. ഹി ലുക്സ് ഗുഡ്, വി വിൽ സി വാട്ട് ഹാപ്പൻസ്. എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് എൻസോ മരേസ്ക പറയുന്നത്. നേരത്തെ എൻസോ മരേസ്ക പറഞ്ഞുകൊണ്ടിരുന്നത് റോഡ്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അദ്ദേഹം സിറ്റിയിൽ തന്നെ തുടരുമെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞു വെക്കുന്നത്, എന്തും സംഭവിക്കാം, നമുക്ക് ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ താരങ്ങൾ വാങ്ങാം, താരങ്ങൾ വിൽക്കാം, എന്തും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യം ചോദിച്ചു. എൻസോയെ എത്തിക്കാൻ വേണ്ടി ഇന്നാണല്ലോ ഒരു ഡെഡ് ലൈൻ എന്ന രൂപത്തിൽ ചെൽസി വെച്ചിരിക്കുന്നത്. അപ്പം എന്താണ് എൻസോയുടെ കാര്യത്തിൽ തീരുമാനമാകുമോ എന്ന് ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറുപടി, എൻസോ ഇപ്പോൾ മറ്റൊരു ക്ലബ്ബിലെ താരമല്ലേ, അപ്പോൾ ഞാൻ വിചാരിക്കുന്ന മറ്റൊരു ക്ലബ്ബിലെ താരത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ്. ഐ എം നോട്ട് ഗോയിങ് ടു സേ എനിത്തിങ് അബൌട്ട് പ്ലേയേഴ്സ് ഹു ആർ നോട്ട് വിത്ത് അസ്. ഞങ്ങളുടെ ടീമിൽ ഇല്ലാത്ത ഒരു താരത്തെക്കുറിച്ചും ഞാനൊന്നും നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ആ കാര്യത്തിൽ എൻസോ മരേസ്ക ചെയ്തത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.